ശ്യാം എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് സ്വദേശം. നിലവില് RSMലെ സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു പിൻ ലെവലിൽ നിൽക്കുന്നു. വളരെ വളരെ ആക്റ്റീവായിട്ട് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകതയായിട്ട് RSM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ആളുകളാണെന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ ഓരോ ആളുകൾ. നമ്മുടെ വെൽക്കം മീറ്റിംഗിന്റെ ഫസ്റ്റ് ഡേ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം വാട്ട്സ് ദ പർപ്പസ് ഓഫ് RSM എന്നുള്ളതാണ്. എന്തിന് നമ്മൾ RSM ചെയ്യണം? സാർ പറഞ്ഞ പോലെ പല ആളുകൾക്കും അതിന് പലതരത്തിലുള്ള ഉത്തരങ്ങളുണ്ടാവും. പല ആളുകളുടെയും റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി എന്നോടൊരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ RSM ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന്റെ ലൈഫ് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ഇന്ത്യനും നെഞ്ചോട് ചേർക്കേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള RSM, അല്ലെങ്കിൽ നമ്മൾ RSMനെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതാണ്. RSM ചെയ്യേണ്ടതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പല ആളുകളെ സംബന്ധിച്ചും ഡിഫറെന്റ് ആണ്. RSMനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. ഈ ഒരു റിക്വയർമെന്റ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിക്വയർമെന്റ് ആയി മാറ്റുന്ന ഒരു സിംപ്ലസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് RSM കാണാം. അല്ലെങ്കിൽ RSMൽ വരുന്ന ഭൂരിപക്ഷ ആളുകളും ഈ ഒരു RSM എന്ന് പറയുന്ന ഈ ഒരു വടവൃക്ഷത്തിന്റെ, ഞാൻ ഈ പറഞ്ഞൊരു ഫ്രൂട്ട്, നല്ല ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പല ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന പല കമ്പനികളുടെ സാധനങ്ങൾക്ക് പകരം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഇന്ത്യൻ ഉൽപ്പന്നം നമുക്ക് ഈസിലി ആക്സസിബിൾ ആവുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയെയും RSMലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഇതിലുപരിയായിട്ട് RSMനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഈ ഒരു പ്രസ്ഥാനത്തിനെ കൊണ്ട് സാധിക്കുമോ, അത് എങ്ങനെ ചെയ്യണം, അതിന്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, RSMലേക്ക് വരുന്ന ഏതൊരാളും RSMന്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഹെൽത്ത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2024 എന്ന് പറയുന്ന ഒരു വർഷത്തില് ലോകം ചർച്ച ചെയ്യുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ 2024 മില്ലറ്റ്സ് ഇയർ ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. കാരണം പോഷക ന്യൂനത എന്ന് പറയുന്നത് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് WHO, ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തുന്ന ഒരു അവസരത്തിലാണ് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് പല മേഖലകളിൽ ഇന്ന് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫാമിലി ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യ മേഖലയിലാണ്. നമ്മൾ പലപ്പോഴും പല പല വീടുകളും പല കുടുംബങ്ങളും തകർന്നു പോകുന്നത്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലൈഫ് പലപ്പോഴും വളരെ ഡിസാസ്റ്റർസ് ആയി പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ, ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും വളരെ ലോസ്റ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാർ, അതിൽ പ്രത്യേകിച്ച് കേരളീയർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിന്റെ രുചിക്കപ്പുറം ഭക്ഷണത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ പോഷകങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലോകത്തിന്റെ തന്നെ ഡയബറ്റിക് സെന്റർ ആയിട്ടും ക്യാൻസർ സെന്റർ ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും RSMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ആരോഗ്യ സംരക്ഷണം. തീർച്ചയായിട്ടും ആരോഗ്യം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് RSMന്റെ ഒരു പർപ്പസ് ഒരിക്കലും, അല്ലെങ്കിൽ RSMന്റെ ഒരു ഉദ്ദേശം നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി സാധിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി സാധിക്കില്ല. ഹെൽത്ത് 100% 100% മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പൊതുമാർക്കറ്റിനേക്കാളും വില കുറവില് ഓരോ RSM ഉപഭോക്താവിന്റെ കയ്യിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ ഒരു കോംപ്രമൈസും ഇല്ലാതെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും RSM ചെയ്യുന്ന ഓരോ വ്യക്തിക്കും 100% നമുക്ക് ധൈര്യമായിട്ട് പറയാം, RSMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഫാമിലി തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആരോഗ്യമുണ്ട്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെ, നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പനി ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ എപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് അതിന്റെ പ്രൈസ് ടാഗ് നോക്കിയിട്ടാണ്. നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടം മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു വിഷയമാണ്. നമ്മൾ ഒരിക്കലും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വില ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമേ നമ്മളൊരു 85% ആളുകളും ആ ഉൽപ്പന്നം വാങ്ങിക്കാറുള്ളൂ. അതെന്ത് ഉൽപ്പന്നമാവട്ടെ. തീർച്ചയായിട്ടും നമ്മളുടെ വെൽത്ത് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള പണം, നമ്മളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഹെൽത്തിനോട് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് സബ്ജക്റ്റ് അല്ല, എപ്പോഴും ക്ലോസ് ആയിരിക്കുന്ന രണ്ട് സബ്ജക്റ്റുകളാണ്. വെൽത്ത്, പണമില്ലാതെ
നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം എന്തല്ല ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യത്തോടൊപ്പം സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ RSMന്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ആണ്. അടുത്തത് പ്രൊഫഷനാണ്. ഒരു ഞാനൊരു 24 വയസ്സിലാണ് RSMലേക്ക് കടന്നു വരുന്നത്. ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ RSMനെ പരിചയപ്പെട്ട സമയത്ത് നമ്മള് പൊതുമാർക്കറ്റിൽ പരിചയിച്ചിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷനായിട്ട് നമുക്കറിയാം, ഒരു നെറ്റ്വർക്കർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു താൽക്കാലിക പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും നെറ്റ്വർക്കർ എന്ന് വിശേഷിപ്പിക്കാനും സാധിക്കില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ, ഈ ഒരു കമ്പനിയെ, ഈ ഒരു ഇൻഡസ്ട്രിയെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു സക്സസ്, എന്നേക്കുമായിട്ടുള്ള ഒരു വിജയം നമുക്ക് നമ്മളുടെ ഫാമിലിക്കും സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ 24 വർഷത്തെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും, ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ഒരു കമ്പനിയെ വിലയിരുത്തുന്ന സമയത്ത്, തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും RSM. ഫ്യൂച്ചർ ഓഫ് നെറ്റ്വർക്കിംഗ് അടുത്ത പോയിന്റ്. നമുക്കറിയാം, RSMൽ സ്റ്റേ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ RSMന്റെ മീറ്റിങ്ങുകളൊക്കെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒരു വലിയ സ്വപ്നം, ഒരു ഡ്രീം, അല്ലെങ്കിൽ ഒരു ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും പലപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെടുന്ന വ്യക്തികളാണ് പലപ്പോഴും RSMന്റെ മറ്റ് ആനുകൂല്യങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്നത്. പക്ഷെ ഓരോ വ്യക്തിയും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഫ്യൂച്ചർ തന്നെയാണ്. നമുക്കറിയാം, നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോകത്താകമാനം പല രാജ്യങ്ങളിൽ ഒരുപാട് മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഒരുപാട് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 977 കാലഘട്ടത്തിൽ എന്താ പറയാ, സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റുകളും അത്തരത്തിലുള്ള വലിയ പോഷായിട്ടുള്ള ജീവിതത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലുണ്ട് എന്ന് നമ്മൾ അവരുടെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അപ്പം അത്രയും കാലഘട്ടത്തിൽ ഇത്രയും വർഷത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന്റെ പവർ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ RSMനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് തന്നെയാണ്. ഇനി നമുക്ക് അപ്പാർട്ട് ഓഫ് ദിസ്, ഈ കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം, ഓരോ വ്യക്തിയും മുന്നോട്ട് പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രൊഫഷൻ. ഒരു ഭാവിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജോലി എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നും ജോലി എന്ന് പറയുന്നത് പല പല യുവാക്കളുടെയും സ്വപ്നമാണ്, പല ആളുകളുടെയും സ്വപ്നമാണ് ഒരു നല്ല ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ജോലി എന്ന് പറയുന്നത്, ജോബ് എന്ന് പറയുന്നതിന്റെ ഫ്യൂച്ചർ. ഇനി വരാൻ പോകുന്ന ഇവിടെയൊക്കെ നമ്മൾ ഈ സെഷൻ കേൾക്കുന്ന പല ആളുകളും പാർട്ട് ടൈം ആയിട്ട് RSM ചെയ്യുന്ന ആളുകളുണ്ടാവും. നിലവിലൊരു തൊഴിൽ ചെയ്തുകൊണ്ട് RSMനെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. നിലവിലൊരു തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു മാറ്റം, ഈ ഒരു തൊഴിലിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ള രീതിയിൽ RSMനെ സമീപിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരത്തില് സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളുണ്ട്. നാളെ ഈ ഒരു ജോലി എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ധാരാളമായിട്ടുള്ള ആശങ്കകൾ നമുക്ക് വൺ ബൈ വൺ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു RSMന്റെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ജോബ് അല്ലെ, ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് ജോബിന്റെ ഫ്യൂച്ചർ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അത് ഏതൊരു തൊഴിലും ആവട്ടെ, ആ ഒരു ജോലിയുടെ ഭാവി എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒരു കാര്യം. ആ ഒരു പിക്ചറിൽ കാണുന്നത് ജസ്റ്റ് ഒബേ ദ ബോസ് അല്ലെ. എത്ര കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാലും ഏതൊരു ജോലി ആവട്ടെ, എത്ര എത്ര ശമ്പളം കിട്ടുന്ന ജോലി ആവട്ടെ, ഏത് പൊസിഷനിൽ നിൽക്കുന്ന ജോലി ആവട്ടെ, അവിടെ നമ്മൾ ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ ഉദ്യോഗാർത്ഥി, ഒരു ജോലിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇത് എപ്പോഴും നമ്മളുടെ ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല, നമുക്ക് ടൈം ഫ്രീഡം കിട്ടുന്നില്ല, മണി ഫ്രീഡം കിട്ടുന്നില്ല. എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന്റെ വ്യക്തി പറയുന്നത് എന്താണോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താവട്ടെ, നിങ്ങളുടെ താല്പര്യം എന്താവട്ടെ, നിങ്ങളുടെ കഴിവുകൾ ഏത് മേഖലയിലാവട്ടെ, പക്ഷെ എപ്പോഴും ആ ഒരു സ്ഥാപനം നിങ്ങളെ ചങ്ങലക്ക് ഇട്ട ഒരു അവസ്ഥയിലാണ് ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം. ആ സ്ഥാപനമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബോസ് ആവട്ടെ, അദ്ദേഹം പറയുന്ന കാര്യം, ആ ഒരു മുതലാളി പറയുന്ന കാര്യം അതുവഴി ചെയ്തു തീർക്കുന്ന ഒരു മെഷീൻ ആയിട്ടാണ് സത്യത്തിൽ നമ്മൾ ഒരു ജോലിക്കാരൻ എന്നും ആക്ട് ചെയ്യുന്നത്. ഒരു ഫ്യൂച്ചർ എന്ന് ചിന്തിക്കുന്ന സമയത്ത് എത്ര കാലം കഴിഞ്ഞാലും ഇതിനൊരു
മാറ്റം, ഒരു ചേഞ്ച് വരാൻ പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു ജോലിയുടെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് ആണ്. രണ്ടാമത് പോപ്പുലേഷൻ. നമുക്കറിയാം, നമ്മള് ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്. നമ്മൾ അടുത്ത കാലഘട്ടത്തിൽ അതിനെ വരുന്ന വർഷങ്ങളിൽ നമ്മൾ ചൈനയെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 140 കോടിക്കടുത്ത ആളുകൾ ജീവിക്കുന്ന ഒരു വലിയ രാജ്യം, ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാജ്യമാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ജനസംഖ്യ, നമ്മുടെ യുവാക്കളുടെ എണ്ണം, തൊഴിൽ അന്വേഷകരുടെ എണ്ണം ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരിക. അപ്പൊ എപ്പോഴും ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് ഓരോ ഓരോ മേഖലയിലും നമ്മൾ ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ എന്താ പറയാ ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ എന്ത് എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തൊഴിൽ മേഖല എന്ത് എന്നുള്ളതും ഇല്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാവട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാവട്ടെ, +2 പാസ്സായ ആളാവട്ടെ, അല്ലെങ്കിൽ 10th പാസ്സായ ആളോ ഫെയിൽ ആയ ആളാവട്ടെ, എല്ലാ ആളുകളും ഫോക്കസ് ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ് ഗവൺമെന്റ് ജോബ്. വേറെ ഒരു ഒരു 10ഓ 15ഓ ഒഴിവുള്ള, അല്ലെങ്കിൽ 1000 1500 ഒഴിവുള്ള ഒരു പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഒരു ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഒരു LDCയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ അപ്ലിക്കൻസിന്റെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, 10,000 വരുന്ന പോസ്റ്റിലേക്ക് 15 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷവും ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും എക്സാം എഴുതി റിസൾട്ട് വരുന്നതിന്റെ മുന്നേ നമുക്കറിയാം 10 ലക്ഷം ആളുകൾ 10,000 പോസ്റ്റിലേക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം 9,90,000 ആളുകൾ ആ എക്സാമിൽ ഫെയിൽ ആണ്. ഒരിക്കലും ആ ഒരു പോസ്റ്റ് അവർക്ക് കിട്ടൂല, കാരണം ആകെ 10,000 ഒഴിവുകളേ ഉള്ളൂ. ഇങ്ങനെ ഈ പറയുന്ന വലിയ ഒരു പോപ്പുലേഷൻ ഈ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഡേ ബൈ ഡേ ഓരോ ദിവസവും പല ആളുകളുടെയും തൊഴിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പോപ്പുലേഷൻ നമ്മൾ ഭാവിയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു പോപ്പുലേഷന് സാധ്യമാകുന്ന തക്ക പ്രൊഫഷൻ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ സമൂഹത്തിൽ വളർന്നു വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ നമ്മുടെ സറൗണ്ടിങ്ങിലോ വളർന്നു വരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അടുത്ത പോയിന്റ് അൺഎംപ്ലോയ്മെന്റ്. അല്ലെ, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും കൂടി വരുന്ന സമയത്ത്, പോപ്പുലേഷൻ കൂടി വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഓരോ ജോലിക്കാരനെ സംബന്ധിച്ചും ഇതൊരു ഒരു വലിയ ടെൻഷൻ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു വലിയ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ട് ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മളിന്ന് നമ്മളിന്ന് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളുടെയും ഫോൺ ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും. നമുക്ക് ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ നാട്ടിലെ ഏത് വ്യക്തിയുടെ കയ്യിൽ നോക്കിയാലും കാണുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു, നോക്കിയ, ഒരു ടച്ച് ഫോൺ. നോക്കിയ ഫോൺ കണ്ടിട്ടില്ലാത്തതും പരിചയിച്ചിട്ടില്ലാത്ത ആളുകളും വളരെ കുറവായിരിക്കും. കാരണം ഈ ഒരു നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകൾ, ഫോൺ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയുടെ കയ്യിലും ആ ഒരു ബ്രാൻഡിലുള്ള സെറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കിയിട്ട് കാണുന്നില്ല. കാരണം ടെക്നോളജി, ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ടെക്നോളജി വന്ന സമയത്ത് ആ ഒരു കമ്പനി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ആ ഒരു കമ്പനി തന്നെ ഈ ഒരു ടോട്ടൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയി പോയി. നമ്മൾ പല എക്സാമ്പിൾ, ക്യാമറയുടെ എക്സാമ്പിൾ പറയാറുണ്ട്, അല്ലെ? ഇപ്പൊ ഓട്ടോമാറ്റിക് കാറുകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു, ഡ്രൈവേഴ്സിന്റെ ജോലി നഷ്ടപ്പെടുന്നു. ഇത്തരത്തില് പല മേഖലകളിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുന്നു. പഴയ STD ബൂത്തുകൾ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് നമ്മുടെ നാട്ടില് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. STD ബൂത്തുകൾ, മൊബൈൽ എന്ന് പറയുന്നത്, അല്ലെ? മൊബൈൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മൊബിലിറ്റിയാണ്, സഞ്ചരിക്കുന്നതിന്റെ. നമ്മൾ സഞ്ചരിക്കുന്ന കൂടെ തന്നെ ആ ഫോണും സഞ്ചരിക്കും. പണ്ട് കാലഘട്ടത്തിൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. STD ബൂത്തുകളിൽ പോയിട്ട് നമ്മൾ ഒരുപാട് ക്യൂ നിന്ന് കോൾ ചെയ്തിട്ടുള്ള ആളുകൾ പലരും ഇന്ന് ഈ ഒരു സെഷൻ കാണുന്നുണ്ടാവും. ഇന്ന് നമ്മൾക്ക് ആ ഒരു അവസ്ഥയില്ല. അപ്പൊ ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, നല്ലതാണ്. പക്ഷെ ആ ഒരു മേഖലയിൽ ഒരുപാട് ആളുകൾ എന്തായി, അൺഎംപ്ലോയിഡ് ആയി. ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു. അതിലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, AI. ഇപ്പൊ നമ്മൾ AI പല ആളുകളും കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. AI ക്യാമറ എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. ഇന്ന് പല സ്ഥലത്ത് AI ക്യാമറകളുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലും ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു AI ക്യാമറ വഴി എന്ത് ചെയ്യും, ഒരു റോബോട്ടിക് ടെക്നോളജി ആണ്. ഈ ഒരു AI ടെക്നോളജി വഴി നമുക്ക് സമൻസ് വീട്ടിലേക്ക് വരും. നമ്മൾ പോലീസുകാരെ നോക്കി നിൽക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ഗവൺമെന്റ് മേഖലയിൽ അത് വന്നതുകൊണ്ടാണ് അത്രത്തോളം തൊഴിൽ നഷ്ടം നമുക്ക് പ്രാബല്യത്തിൽ കാണാൻ കഴിയാത്തത്. മറ്റ് മേഖലകളിലേക്ക് AI എന്ന് പറയുന്ന ടെക്നോളജി വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ മിംസ്, ബേബി പോലുള്ള വലിയ ഹോസ്പിറ്റലുകൾ നമ്മൾ പോകുന്ന സമയത്ത് അവരുടെ പരസ്യങ്ങൾ കാണാം. അതായത് റോബോട്ടിക് സർജറികൾ.
നമ്മളെപ്പോഴും ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ അസുഖത്തിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു ഡോക്ടറുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ. അദ്ദേഹം ഒരു നല്ല സർജൻ ആണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഏറ്റവും നല്ല സർജന്റെ അടുത്ത് നമ്മൾ ആ സർജറി ചെയ്യും. പിന്നെ അതിന്റെ ആവശ്യമില്ല. ഒരു റോബോട്ട് ആ ഒരു സർജറി വളരെ ക്ലീൻ ആയിട്ട്, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ഒരു സർജറികൾ നിർവഹിക്കും. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉയർന്ന രൂപമാണ്. ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ ഇന്ത്യയിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. നിങ്ങൾ കേട്ടാ വിശ്വസിക്കാറില്ല, ഏകദേശം 11 കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ട് എന്നാ പറയപ്പെടും. അതിന്റെ കൂടെ ഓരോ വർഷവും ആളുകൾ എന്ത് ചെയ്യുന്നു, ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആയിട്ടുള്ള ആളുകൾ വീണ്ടും ഇറങ്ങി വരുന്നു. ഇല്ലിറ്ററസി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പരിശോധിക്കും. പണ്ട് നമ്മൾ ഒരു ജോലിക്ക് ലിറ്ററസി പറയാൻ നോക്കുക നമ്മുടെ വിദ്യാഭ്യാസമാണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ ഈ ഒരു തസ്തിക അനുസരിച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയുടെ ജോലിയിലേക്ക് നമ്മൾ ഇല്ലിറ്ററസി അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ പഠന മികവ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം. ഇന്ന് പക്ഷെ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്നൊരു ഒരു വ്യക്തി ഗ്രാജുവേറ്റ് ആയതുകൊണ്ടോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ടോ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടണമെന്നില്ല. കാരണം നമ്മളുടെ രാജ്യത്തെ ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 10 കോടിക്ക് മുകളിലാണ്. ഒരു പ്രൈവറ്റ് മേഖലയിൽ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ശേഷി, ഈ ഒരു തസ്തികയിൽ ജോലി കൊടുക്കാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഇതിൽ പകുതി ആളുകൾക്ക് പോലും ജോലി കൊടുക്കാനുള്ള ശേഷി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സംവിധാനങ്ങൾക്കില്ല. ടോട്ടലി അത് പ്രൈവറ്റും ഗവൺമെന്റ് സർവീസുകളും എല്ലാം കൂട്ടി നിർത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷൻ അർഹിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്, അർഹിക്കുന്ന രീതിയിലുള്ള സാലറി കൊടുത്തുകൊണ്ടൊരു ജോലി നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പൊ ഇന്ന് നമ്മൾ ഇല്ലിറ്ററസി എന്ന് പറയുന്ന സമയത്ത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളത് കൊണ്ടോ നമ്മളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായത് കൊണ്ടോ കാര്യമില്ല. പക്ഷെ നമ്മൾ ഒരു സ്കിൽ എന്ന് പറയും, ഇപ്പം പലപ്പോഴും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം വെറും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റോ ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു നല്ല ജോലിയിലേക്ക്, ഒരു നല്ല പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള കാര്യം ഓരോ ദിവസം ചെല്ലുന്ന സമയത്തും റിസ്ക് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പം പല ആളുകളും പ്ലസ് ടു കഴിയുന്ന സമയത്ത് തന്നെ PSC കോച്ചിങ്ങിന് ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾ നിർബന്ധിക്കുകയാണ്. കാരണം പോസ്റ്റ് ഗ്രാജുവേഷനോ എടുത്തത് കൊണ്ട് അല്ലെങ്കിൽ MPhil PhD എടുത്തത് കൊണ്ട് ഒരു തൊഴിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പലപ്പോഴും എഴുതുന്ന പല ഗവൺമെന്റ് സർവീസുകളെ ബേസിക് ക്വാളിഫിക്കേഷനും 10th പ്ലസ് ടു ഒക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ ഒരു ജോലി മേഖലയിൽ എന്നുള്ള തിരിച്ചറിവാണ് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ രക്ഷിതാക്കളെ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇത്രയും നേരം പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ജോലിയിൽ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ പറയുന്നു ഇന്നത്തെ ഈ ഒരു എന്താ പറയാ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ ജോബിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾക്കൊക്കെ അപ്പുറം ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് നാളെ നമ്മുടെ സമൂഹം നേരിടാൻ പോകുന്ന ഒരു കാര്യം ഈ ഒരു ജോലി മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് കാശില്ലാത്തതിന്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് മാറാൻ പോകുന്നതാണ് മൈഗ്രേഷൻ ഓഫ് യൂത്ത്. ഒരു സ്ലൈഡ് കാണുന്ന സമയത്ത് അല്ലെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാന്ന് പറയുന്നതും. നമ്മളെ വീട്ടിലൊരാള് വിദേശത്തേക്ക് പണ്ടൊക്കെ നമ്മള് ഗൾഫ് എന്ന് പറയുന്നത് വലിയൊരു വികാരമായിരുന്നു. ഗൾഫുകാരൻ എന്ന് പറയുന്ന സമയത്ത് പണ്ടത്തെ ഗൾഫുകാരനുള്ള ഒരു വില നമുക്കറിയാം. ഒരു ഒരു പെർഫ്യൂമിന്റെ ബോട്ടിലാണ് നമ്മൾ ആ വില കണ്ടിട്ടുള്ളതെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് ഗൾഫുകാരൻ എന്ന് പറയുന്ന വലിയൊരു വാല്യൂ ആയിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ ഒരു വിവാഹ മേഖലയിലോ അല്ലെങ്കിൽ ഒരു 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 പ്രൊഫഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലുള്ള ജോലിക്കാർക്ക് യാതൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ഗൾഫിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാലഘട്ടമായിട്ട് മാറി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് യുവാക്കള് ഗൾഫ് രാജ്യങ്ങളെ വിട്ട്, ഈ പറയുന്ന ഏഷ്യൻ കൺട്രീസിലുള്ള ഇത്തരത്തിലുള്ള അറബ് കൺട്രീസിനെ വിട്ട് നമ്മൾ യൂറോപ്പിലേക്കും മറ്റ് കോണ്ടിനൻസിലേക്കും ആളുകൾ പോകാൻ തുടങ്ങി. ഇത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലൊരു കുട്ടി മൈഗ്രേറ്റ് ചെയ്ത് കാനഡയ്ക്കോ ഫ്രാൻസിലേക്കോ പോവുക എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് വളരെ അഭിമാനം. പല ആളുകളും ഇന്ന് അഭിമാനത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടെ കൂട്ടി വായിക്കുന്ന സമയത്തെ നമുക്ക് ഇതിന്റെ ഒരു വരാൻ പോകുന്ന കോൺസിക്വൻസ് മനസ്സിലാവണം. ഇൻക്രീസിങ് ദ
നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ്, വൃദ്ധസദനങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം, ഈ ഒരു രാജ്യത്ത്, ഈ ഒരു നാട്ടിൽ ജീവിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥയും വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയും ജോലിക്കുള്ള വേതനമൊക്കെ ചിന്തിച്ചു കഴിയുന്ന ഇതിന്റെയൊക്കെ ഡിഫിക്കൽറ്റി കൊണ്ടാണ് തീർച്ചയായിട്ടും ഒരാൾ നമ്മളുടെ നാടും വീടും നമ്മുടെ കുടുംബക്കാരെയൊക്കെ വിട്ടൊരു അബ്രോഡ് പോകുന്നത്. അവിടെ പോയി സെറ്റിൽ ആവുന്ന ഒരു വ്യക്തി, ഞാൻ പറയുന്നു 100% ഒരു യുവാവ് തിരിച്ചു വരൂല. 90% കേസുകളിലും അദ്ദേഹം തിരിച്ച് ഈ രാജ്യത്ത് വന്ന് സെറ്റിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മള് കഴിഞ്ഞതിന്റെ തൊട്ട് മുന്നേ നമ്മുടെ കേരള സർക്കാരിന്റെ ബജറ്റ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ അടച്ചു കിടക്കുന്ന വീടുകളുടെ സെസ് ഗവൺമെന്റ് വർദ്ധിച്ചു എന്നുള്ളൊരു ന്യൂസ്. പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു ന്യൂസ് ആയിരുന്നു. ആ ന്യൂസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് കേരളത്തിലെ 10 വീടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു വീട് പൂർണ്ണമായിട്ട് അടച്ചിട്ട അവസ്ഥയിൽ, അല്ലെങ്കിൽ അവിടെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന വീടുകൾക്കൊക്കെ നമ്മൾ ഒന്നും രണ്ടും വീടുകളുള്ള ആളുകളുണ്ട്. പുറത്ത് തന്നെ ജോലി ചെയ്യുന്ന, ഫുള്ളി പുറമെ സെറ്റിൽഡ് ആയിട്ട് നാട്ടിൽ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടി, ഒന്നോ രണ്ടോ വീടുകളുള്ള അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ യുവാക്കള്, ഈ പോകുന്ന യുവാക്കള് തിരിച്ചു വരാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവരെ ഇവിടെ അവശേഷിക്കുന്നു. ഒരു മകനോ 2 മകനോ ഒക്കെ ആണെങ്കിൽ ഒരു അബ്രോഡ് പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരാത്തൊരു സാഹചര്യം ഉണ്ടാവും. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെ നിർബന്ധിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളെ നിലവിലുള്ള സാഹചര്യം അറിയാം. ഇതിന് മുന്നേ തന്നെ നമ്മളുടെ ഓൾഡ് ഏജ് ഹോംസ്, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ കൂടുതൽ. നമ്മളെ കൾച്ചർ ആ രീതിയിലായി വരികയാണ്. ഈ ഒരു ജോലി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നം ഈ യുവാക്കളെ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ, യൂറോപ്യൻ കൺട്രി പോയി കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു പൗരത്വം എടുത്തു കഴിഞ്ഞാൽ, അവിടെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് അവിടുത്തെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉൾപ്പെടെ അവിടെ കിട്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തോട്, നമ്മളുടെ ഫാമിലി സ്റ്റാറ്റസിനോട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി തിരിച്ചു വരാത്തൊരു സാഹചര്യം, ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ് ഈ ഒരു ജോലിയുടെ. നമ്മളെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ, നമ്മുടെ രാജ്യത്ത് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സർക്കാരിനോ നമ്മളുടെ സമൂഹത്തിനോ പറ്റുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഇത് നാളെ വലിയൊരു സാഹചര്യം, ഈ ഒരു 10 വീടുകളിൽ ഒരു വീട് അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നാളെ നമ്പർ ഓഫ് അതിന്റെ കൗണ്ട് കൂടാൻ പോവാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളൊക്കെ, അല്ലെ, നമ്മളെയും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. രക്ഷിതാക്കളൊക്കെ ഓൾഡ് ഏജ് ഹോംസിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ, ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അത് വരാൻ പോകുന്നത് എന്നുള്ള പഠനങ്ങൾ വരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ജോലി എന്താന്ന് പഠിച്ചു, അതിന്റെ കോൺസിക്വൻസ് പഠിച്ചു, അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ചു. ഇനി നമ്മൾ തിരിച്ചു വരികയാണ്. ഇതാണ് ഒരു സാധാരണ ഫാമിലിയുടെ, ജോലിക്കാരൻ എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതാണെങ്കിൽ, നമ്മൾ ഇനി ഈ ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു നെറ്റ്വർക്കിന്റെ പവർ, നമുക്ക് പറയാം പവർ ഓഫ് നെറ്റ്വർക്ക്. നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലാതെ ഒരുപാട് നെറ്റ്വർക്ക് ബേസ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന, കോഴിക്കോട്ടുകാർ കൂടുതലും പോകുന്ന ഒരു സ്ഥലമാണ് 4G മൊബൈൽസ്. കേരളത്തിലെ കോഴിക്കോടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും അവർക്ക് 4Gയുടെ ഷോറൂമുകൾ ഉണ്ടായിരുന്നു. അതൊരു നെറ്റ്വർക്കാണ്. ഇന്ന് അതിനെ മൈജി, മലയാളത്തിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വന്ന് അത് കോഴിക്കോട് അതിന്റെ ഏറ്റവും പുതിയൊരു ഷോറൂം കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉദ്ഘാടനം ചെയ്തു. മൈജി എന്ന് പറയുന്ന, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫോൺ കടകളുടെ ഒരു ശൃംഖലയായിട്ട് ആ ഒരു ബിസിനസ് മാറി. ഒരു സാധാ ഒരു 300 സ്ക്വയർ ഫീറ്റ് കടയിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ആളുകളും മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഈ പറയുന്ന മൈജി മൊബൈൽസിന്റെ ആ ഒരു രീതിയിൽ വളർന്നിട്ടുള്ള ആളുകൾ കുറവാണ്. ഒരു ബിസിനസ്സിനെ ഈ ഒരു 4G മൊബൈൽസിന്റെ MD, അല്ലെങ്കിൽ അതിന്റെ ഓണർ ആയിട്ടുള്ള ആള് ഒരു നെറ്റ്വർക്ക് ആശയത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ കാണുന്ന 4G മൊബൈൽസ് എന്ന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബ്രാഞ്ച് ഉള്ള വലിയൊരു ബ്രാൻഡായിട്ട് മാറിയത്. അപ്പൊ അത്തരത്തിൽ വളർന്നിട്ടുള്ള പല ആളുകളും നെറ്റ്വർക്ക് മേഖലയിൽ, നമുക്കറിയാം അംബാനിയുടെ ബിസിനസ്, അദാനി, അങ്ങനെ ഓരോ ആളുകളെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ റിലയൻസിന്റെ ട്രെൻഡുകൾ നമുക്കറിയാം. നമ്മൾ ഒരു റിലയൻസിന്റെ ട്രെൻഡ് പോയി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്ഥലം, ആ സ്ഥലം എവിടെ ആയി കഴിഞ്ഞാലും അതിന്റെ കാശ് അംബാനിയുടെ അക്കൗണ്ടിലേക്ക് പോകും. മലബാർ ഗോൾഡ് നമ്മുടെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംരംഭമാണ്. ഇന്ന് ഏകദേശം 50ഓളം രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് ഉള്ള ഒരു വലിയ ശൃംഖലയായിട്ട് ഈ പറയുന്ന മലബാർ ഗോൾഡ് മാറി. അപ്പം നെറ്റ്വർക്കിന്റെ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വരുന്ന ഒരുപാട് തലമുറകളെ പോറ്റാൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് നെറ്റ്വർക്ക് ഉണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിൽ
എന്താണ് RCMന്റെ ഇമ്പോർട്ടൻസ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്പനി ഹിസ്റ്ററി തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് RCMനെ വരുന്ന ദിവസങ്ങളിൽ പഠിക്കുന്നുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ കമ്പനി ഹിസ്റ്ററി 10-24 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു എന്താ പറയാ സ്ലീപ്പിംഗ് ജയന്റ് എന്ന് വേണമെങ്കിൽ അറിയാം. RCMന്റെ വലുപ്പം ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിലേക്ക് അതിനൊരു ബൂമിങ് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു അവസ്ഥ തുടരുന്ന സമയത്ത് നമുക്കറിയാം ഒരു വലിയൊരു സ്ലീപ്പിംഗ് ജയന്റ് ആയിട്ട് RCM കിടക്കുക. എത്ര ആളുകൾക്ക് വേണമെങ്കിലും ജോലി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി, അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനി. നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു കമ്പനിയുടെ ഹിസ്റ്ററി നോക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ബ്രാൻഡിൽ നിന്ന് വളർന്നു വന്ന്, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഏകദേശം ഒരു വീട്ടിലേക്ക് ഒരു ഡേ ടു ഡേ ലൈഫിന് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഇറക്കുന്ന പല സെഗ്മെന്റുകൾ, അത് FMCG ആവട്ടെ, കോസ്മെറ്റിക്സ് ആവട്ടെ, പെയിന്റ് ആവട്ടെ, അഗ്രികൾച്ചറൽ ഐറ്റംസ് ആവട്ടെ, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ആവട്ടെ, ഈ ഇത്തരത്തില് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ സ്പർശിക്കാത്ത മേഖലകൾ ഇല്ലാത്ത രീതിയിൽ ന്യൂട്രീഷൻ ആവട്ടെ, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ റേഞ്ചോട് കൂടിയിട്ട് ഒരു ഇത്രയും വലിയൊരു കമ്പനി. അപ്പൊ അതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് RCMനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും നിസ്സംശയം പറയാൻ പറ്റും. നെക്സ്റ്റ് പ്രോഡക്റ്റ് റേഞ്ച് പറഞ്ഞു, പ്രൊഡക്റ്റിന്റെ റേഞ്ച് ഞാൻ പറഞ്ഞു. കോസ്മെറ്റിക്സിൽ തുടങ്ങിയിട്ട് ന്യൂട്രീഷനിൽ തുടങ്ങിയിട്ട് FMCGയിൽ തുടങ്ങിയിട്ട് നമുക്ക് ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അത് ഒരു സാധാരണക്കാരന് താങ്ങുന്ന രീതിയിൽ നമ്മൾ അതിനെ കാർ എന്ന് പറയാറുണ്ടല്ലേ, കൺസ്യൂമബിൾ, അഫോർഡബിൾ ആൻഡ് റിപ്പീറ്റബിൾ. ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള, കൺസ്യൂമബിൾ ആയിട്ടുള്ള, റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രൊഡക്ട്സ് കഴിഞ്ഞ 20 വർഷത്തിന് മുകളിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിലിറ്റി ഉള്ള രീതിയിൽ നമുക്കറിയാം. കീസോളിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ ഏത് കുഗ്രാമത്തിൽ നമ്മൾ ഒരു കീസോളിന്റെ ഔട്ട്ലെറ്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു ഒരു ലേഡിയെ സംബന്ധിച്ച് ഒരു വിത്തൗട്ട് എനി കോസ്റ്റ് ആ സാധനങ്ങൾ അവിടെ റീച്ച് ചെയ്യാനുള്ള ഇത്രയും ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് ഈ ഒരു രാജ്യത്ത് RCM എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് സ്വാധീനമുണ്ട്. ഇനി ഒരു നെറ്റ്വർക്കിലേക്ക് പറയുകയാണെങ്കിൽ ഈസി ടു ബെൽറ്റ്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരും RCM ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ന് വരെ RCMൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല. നമ്മളൊരാളെ RCMൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഏത് വ്യക്തിയും RCM മെമ്പർഷിപ്പ് എടുക്കും, RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. ഒരു പ്രൊഫഷണലെ അദ്ദേഹത്തിന് വരുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിലും നമുക്കറിയാം ഇന്ത്യയിലെ ഏതൊരു കമ്പനിയെ നമുക്ക് വെല്ലുവിളിച്ച് പറയാം, RCMന്റെ മെമ്പർഷിപ്പ് നമുക്ക് ഏത് വ്യക്തിയെ കൊണ്ടുപിടിപ്പിക്കാം. അല്ലെങ്കിൽ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഏത് വീട്ടിലേക്കും ഈസിലി നമുക്ക് എൻ്റർ ചെയ്യിപ്പിക്കാം. അത്രയും ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം TCG എന്ന് പറയുന്ന നമ്മുടെ മഹാനായിട്ടുള്ള MD ഈ ഒരു ഇത്രയും നല്ലൊരു സിസ്റ്റം നമ്മളെ കൈകളിലേക്ക് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് ഒരു പൈസ പോലും മുടക്കാതെ ഏതൊരു സാധാരണക്കാരനും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അത്രയും ഈസി ടു ബിൽഡ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് RCMന്റെ നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ RCMലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് നമുക്ക് നോക്കി കാണാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതാണ്. നമുക്ക് നോക്കാം, ഇഫ് വി ഹാവ് എ സ്ട്രോങ് RCM നെറ്റ്വർക്ക്. നമ്മൾ RCMൽ വന്നു, RCM ചെയ്യാൻ തുടങ്ങി, നമ്മൾ കുറച്ചു കാലം അത് ഓരോ വ്യക്തിയുടെയും RCMലുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം, അദ്ദേഹം പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം, ഇത്തരത്തിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള കഴിവാണ്. പല ആളുകളും ടീം ബിൽഡ് ചെയ്യുന്നതും ടീം ഗ്രോ ചെയ്യുന്നതും സമയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. 6 മാസം കൊണ്ട് ഒരു RCMന്റെ ഒരു നല്ല ലെവലിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ആളുകളുണ്ട്. 1 വർഷം കൊണ്ട് ടെക്നിക്കലിലേക്ക് എത്തിയ ആളുകളുണ്ട്. എമറാൾഡ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട്. വേറെ നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട്, ഒരു ഡയമണ്ടിലേക്ക് ഒരു 5-6 വർഷം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യയിലെ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു 6 വർഷം കൊണ്ട് RCMന്റെ സുപ്രീം ലെവലിൽ എത്താവുന്നതേ ഉള്ളൂ. അത് ഓരോ വ്യക്തിയിലും ഡിഫറെന്റ് ആണ്. എങ്കിലും നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ RCM ആവട്ടെ മറ്റെന്ത് സംവിധാനം ആവട്ടെ, നിലവിൽ നെറ്റ്വർക്കിന്റെ ആ ഒരു സ്ട്രെങ്ത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ജോലി എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഇല്ലിട്രസി, അൺഎംപ്ലോയ്മെന്റ്, ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ടെൻഷനാണ്. എന്ന് പറഞ്ഞു, പോപ്പുലേഷൻ കാരണം ഈ ജോലി മേഖലയിൽ ഉണ്ടാകുന്ന എന്താ പറയാ മത്സരം,
ഒരു മത്സരം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ജോലി കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. ലിറ്ററസി, വിദ്യാഭ്യാസമുള്ള ഇല്ലാത്ത ഒരാൾക്ക്, സ്കിൽഫുൾ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു തൊഴിൽ മേഖലയിലേക്ക് ഒരു കമ്പനിയും എന്ത് ചെയ്യില്ല, ഈസിലി റിക്രൂട്ട് ചെയ്യൂല, അല്ലെങ്കിൽ ആക്സസിബിൾ അല്ല. രണ്ടാമത് ടെക്നോളജി. ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് പല മേഖലകളിലും എന്ത് ചെയ്യുന്നു, മാൻ പവറിന് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അൺഎംപ്ലോയ്മെന്റിന്റെ റേഷ്യോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, കൂടുന്നു. അൺഎംപ്ലോയ്മെന്റിന്റെ എണ്ണം കൂടുന്ന സമയത്ത് ജോലി മേഖലയിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രഷർ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടി കൂടി വരുന്നു. ഈ ഒരു നല്ല ആർസിഎം നെറ്റ്വർക്ക്, ഈ പറയുന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പോയിന്റുകളെല്ലാം പോസിറ്റീവാണ്. അതാണ് ജോലിയും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സും തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പോപ്പുലേഷൻ കൂടുന്ന ഒരു നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വീട്ടിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ ആ ഒരു സംസ്ഥാനത്തിലോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യും, ആളുകൾക്ക് ഈ ഡേ ടു ഡേ ലൈഫിൽ വേണ്ട സാധനങ്ങളുടെ റിക്വയർമെന്റ് കൂടുകയാണ്. ഉള്ള ഒരു നെറ്റ്വർക്ക് ഉള്ള ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വരുമാനം കൂടുക ചെയ്യാം. ലിറ്ററസി, ഇല്ലട്രസി എന്ന് പറഞ്ഞാൽ ലിറ്ററസി ഉള്ള ആളുകളുടെ എണ്ണം കുറയാം, വിദ്യാഭ്യാസമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ജോലി കിട്ടാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും ഒരു സ്ട്രോങ് നെറ്റ്വർക്കർ ആയിട്ടുള്ള ഒരാൾക്ക്, ഈ പറയുന്ന ഏതൊരു വ്യക്തിക്ക് ഒരു തൊഴിൽ നിസ്സംശയം വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്, ഒരു ആർസിഎമ്മിന്റെ ഐഡിയ ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഒരാളെ നമ്മളുടെ കമ്പനിയിലേക്ക്, ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ടെക്നോളജി. നമുക്കറിയാം ആർസിഎം ഏറ്റവും കൂടുതൽ, കേരള ആർസിഎമ്മിലൊക്കെ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ഉണ്ടായിട്ടുള്ള സമയമാണ് 2019-20 വർഷം. പല ആളുകളുടെയും പിൻലെവല് 2 മടങ്ങും 3 മടങ്ങും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് 2019-20 എന്ന് പറയുന്നത്. ഈ 2019 മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കോവിഡ് വന്നൊരു സമയമാണ്. കോവിഡ് വന്നു, പല ആളുകളുടെയും തൊഴിൽ നഷ്ടപ്പെട്ടു. അന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇന്ന് നമ്മൾ കാണുന്ന സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ ഈ മീറ്റിംഗ് ഓരോ ആളുകളും അവരവരുടെ പണി എടുത്തുകൊണ്ട് അവരവരുടെ സ്ഥലത്തിരുന്നിട്ട് ഈ ഒരു ആർസിഎമ്മിന്റെ ഈ ഒരു ടീം മീറ്റിംഗ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ ഒരു സൂം എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ ആ ടെക്നോളജിയെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഈ ഒരു കോവിഡ് കാലത്ത് നമുക്ക് പറ്റി. ഏത് ടെക്നോളജി നാട്ടിൽ വികസിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ആർസിഎം നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ ടെക്നോളജിയെ നമ്മളെ ബിസിനസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ജോലിയിൽ നമ്മൾ പേടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഏറ്റവും എന്താണ്, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന്റെ വളർച്ച, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കുന്ന, ബിസിനസിന്റെ ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ജോലിക്കാരൻ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു നെറ്റ്വർക്കിലേക്കുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ കുട്ടികളെ, വരും തലമുറയൊക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഹൗ വി ക്യാൻ അച്ചീവ് എ ഗുഡ് നെറ്റ്വർക്ക്. ഒരു നല്ല നെറ്റ്വർക്ക് അച്ചീവ് ചെയ്യാൻ, ഒരു നല്ല ലീഡറായിട്ട് വളരാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ചേഞ്ച് ആണ്, ഒരു മാറ്റം. നമ്മൾ നിലവിലൊരു നല്ല സ്ട്രോങ് നെറ്റ്വർക്കർ അല്ല, അല്ലെങ്കിൽ ഒരു മികച്ച ലീഡർ അല്ല, അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നിന്ന് ഒരു നല്ല വരുമാനം എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, നമ്മൾ നിലവിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ, നമ്മളെ ലീഡേഴ്സ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴില് വരുന്ന ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നിങ്ങൾ ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓരോ സാധാരണക്കാരനും ചിന്തിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയാണ്. ഒരു സന്തോഷമുള്ള മുഖം ആർക്കും കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ആർക്കും ഇല്ല. കാരണം അത്രയും അത്രയും മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ഫിനാൻഷ്യലി, ഹെൽത്ത് വൈസ് എല്ലാം തന്നെ. അപ്പൊ ഒരു മാറ്റം നമ്മൾ നിലവിൽ ചെയ്യുന്നതെന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ, ഒരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കണം. നമുക്കറിയാം ഒരു മിഷൻ വേണം. നമ്മളെ മിഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, ആർസിഎമ്മിലെ ഒരു നല്ല നെറ്റ്വർക്കർ ആവുക, നല്ലൊരു ലീഡർ ആവുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജി വേണം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് സക്സസ് ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കാം. ഡ്രീം, അല്ലെ, നമുക്ക് സ്വപ്നങ്ങൾ വേണം. നമ്മളെ മഹാനായിട്ടുള്ള നമ്മളെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലേ, സ്വപ്നങ്ങൾ. അത് നമ്മൾ ഉറങ്ങുന്ന സ്വപ്നങ്ങൾ ആവരുത്, അല്ലെങ്കിൽ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളാവരുത്, നമ്മുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ വിഷണറി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇത്തരത്തിലുള്ള ഓരോ ലീഡേഴ്സും, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളും ഒരു വളർച്ച, ഒരു സക്സസിലേക്ക്, ഒരു സാധാരണക്കാരൻ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഫ്യൂവൽ വേണം, ഒരു ഇന്ധനം. ആ ഇന്ധനം തീർച്ചയായിട്ടും സ്വപ്നമാണ്. പക്ഷെ ഞാൻ പറയാം, നമ്മള്
പല ആളുകളുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലല്ല. അതുകൊണ്ടാണ് പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് സ്വപ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പല ആളുകൾക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാത്തൊരു സാഹചര്യം ഉണ്ട്. പിന്നെ എന്തിനാ സ്വപ്നം? അല്ലെ, ഒരു സക്സസിലേക്കുള്ള ഒരു ഫ്യൂവലാണ് സ്വപ്നം. നമുക്കൊക്കെ സ്വപ്നമുണ്ട്, പല ആളുകൾക്കും സ്വപ്നമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആ സ്വപ്നം കൊണ്ട് സക്സസിലേക്ക് എത്താൻ നമുക്കിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഒരു ചെറിയ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു രീതി ഒരു പക്ഷെ എങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം നന്നായിട്ട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ എങ്ങനെങ്കിലും ഒരു പണക്കാരനാവണം എന്നുള്ള സ്വപ്നമായിട്ട് ഇങ്ങനെ നിരന്തരം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയാ, പല ആളോടും വിശപ്പ് അകറ്റാൻ വേണ്ടി, ജോലി ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും വിശപ്പ് അകറ്റാൻ വേണ്ടി പല ആളുകളോടും ഇങ്ങനെ ഭക്ഷണം ചോദിക്കുന്നത് കണ്ട ആ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ ഒരു മൊന്തയില് അദ്ദേഹത്തിന് കുറച്ച് പാല് കൊടുത്തു. കാരണം അവര് പശുവൊക്കെ ഉള്ള സ്ത്രീയാണ്. അവരുടെ വീട്ടിൽ മിച്ചം വന്ന പാൽ ഒരു മൊന്തയിലാക്കി അദ്ദേഹത്തിന് കൊടുത്തു. ഈ ഒരു സാധനം കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ആ ഒരു മൊന്ത നിറയെ പാലുമായിട്ട് വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലെ പാല് വെച്ച സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, കാരണം ഇന്ന് ഈ പാല് ഞാൻ കുടിച്ചു തീർത്തു കഴിഞ്ഞാൽ നാളെയും എന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ, സ്വപ്നമുള്ള ആളുകൾ അങ്ങനെയാണ്. എപ്പോഴും നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാവും. എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്, കുറച്ച് തൈര് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മോര് തൈര് എന്നൊക്കെ പറയും. ഈ പാലിനെ നമ്മൾ എന്ത് ചെയ്യാം, നാളത്തെ ദിവസത്തേക്ക് മോരായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, ആ തൈര് കടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെയ്യ് കിട്ടും, ഗീ. അപ്പൊ ആ നെയ്യ് എന്ത് ചെയ്യാം, എനിക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാം. കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് കാശൊക്കെ കിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ ഒരു വിഷൻ അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹം ആ പാലുമായിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ വെച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, ആ പാലൊന്നും ചെയ്തില്ല. പാലിനകത്തേക്ക് മോരൊഴിച്ച് നാളത്തേക്ക് അത് തൈരായിട്ട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അദ്ദേഹം കിടന്നു. അപ്പൊ കിടന്ന് അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. ഈ പറയുന്ന ഞാൻ തൈരൊഴിച്ച് വെച്ചിട്ടുണ്ട്, നാളത്തേക്ക് അത് തൈരാവും, അതിൽ നിന്ന് അത് കടഞ്ഞ് നെയ്യെടുക്കും, ആ നെയ്യ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. കൊണ്ടുപോയി വിറ്റിട്ട് അദ്ദേഹം ഒരു നെയ്യിട്ട കുറച്ച് പൈസയല്ലേ കിട്ടും, ഒരു കോഴിയെ വാങ്ങും. ആ കോഴി എന്ത് ചെയ്യും, കുറച്ച് കഴിയുന്ന സമയത്ത് കോഴിയിൽ നിന്ന് കോഴിമുട്ട കിട്ടും. ഓരോ ദിവസം കിട്ടുന്ന മുട്ട മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ആ പണം അദ്ദേഹം സ്വരൂപിച്ച് വെക്കും. അത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പശുവിനെ വാങ്ങിക്കാം. അങ്ങനെ പശുവിനെ വാങ്ങിച്ച് ഒരു പശുവിൽ നിന്ന് അടുത്ത പശുവിലേക്ക് അദ്ദേഹം നല്ലൊരു കർഷകനായിട്ട് മാറി. നന്നായിട്ട് പശുവിനെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അദ്ദേഹം നല്ലൊരു കർഷകനായിട്ട് മാറി. ഒരു ഒരുപാട് പശുക്കളുള്ള വലിയൊരു ഫാമൊക്കെ തുടങ്ങി. അത്യാവശ്യം പണമുള്ള ആളായി. ഒരുപാട് ജോലിക്കാരെയൊക്കെ ഫാമിൽ ജോലിക്കാരെ നിർത്തി ഒരുപാട് പശുക്കളായി. അങ്ങനെ അദ്ദേഹത്തിന് എന്താ, ഈ സ്വപ്നത്തിൽ അദ്ദേഹം ഇങ്ങനെ ആ ഒരു വളർച്ച എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഏതൊരു പശുവിനെ നിലക്ക് നിർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഫാമിനകത്ത് ഒരു പശു നമ്മള് പാല് കറന്നു വെച്ച് കഴിഞ്ഞാൽ ചില പശുക്കൾ കാലുകൊണ്ട് തൊഴിച്ചു കളയും അല്ലെ. ചില പശുക്കൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് അദ്ദേഹം സ്വപ്നത്തിൽ അതിങ്ങനെ കാണാണ്. അങ്ങനെ കണ്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് നമ്മൾ പശുവിനെ വടിയെടുത്ത് അടിക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു വടി ഉണ്ടായിരുന്നു. ആ വടിയെടുത്ത് ഒരൊറ്റ വീശാട്ട് കൊടുത്തു പശുവിനെ. ഇപ്പൊ എന്താ സംഭവിക്കുക, അദ്ദേഹം ഈ നാളത്തേക്ക് വേണ്ടി ഉറവൊഴിച്ച് വെച്ച് തൈരിന്റെ പാത്രം അല്ലെങ്കിൽ ഈ മോരിന്റെ പാത്രം ഫുള്ള് തെറിച്ച് നിലത്തേക്കൊക്കെ തൂവി കംപ്ലീറ്റ് ആ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ പ്ലാനിങ് ഉണ്ട്, പ്ലാനിങ്ങിന്റെ തുടക്കമുണ്ട്. പക്ഷെ ആ തുടക്കം മാത്രമല്ല, ഒടുക്കത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല. പിന്നെ നമ്മൾ ആ സ്വപ്ന ലോകത്താ. ആ സ്വപ്നത്തിൽ നമ്മളിങ്ങനെ അഭിരമിച്ച് ആ സ്വപ്നം കൊണ്ട് തന്നെ നമ്മളുടെ സ്വപ്നങ്ങൾ നശിക്കുന്ന സ്വപ്നങ്ങളായിട്ട് പലപ്പോഴും നമ്മളുടെയൊക്കെ ഡ്രീംസ് മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം. അത്തരത്തിലുള്ള സ്വപ്നങ്ങളല്ല. നമ്മൾ ആ സ്വപ്നം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആ സ്വപ്നത്തിന്റെ ഡ്രീംസിനെ നമ്മൾ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യണം. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാം. ആ ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താം. ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ, എത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇന്നത് ചെയ്തു തീർക്കണം, അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പ്ലാൻ ചെയ്യാനും അത് പ്രവർത്തിക്കാനുള്ള തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ആർസിഎമ്മിൽ വരുന്ന ഒരു വ്യക്തി, ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയും ഞാൻ നേരത്തെ പറഞ്ഞ ആർസിഎമ്മിന്റെ ഒരു പിൻ ലെവലുകളിലേക്ക് എത്തൂല. തീർച്ചയാണ് ഒരു മേഖലയിലും എത്തൂല. നമ്മൾ മാർക്കറ്റിലുള്ള ജോലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിക്കും ഇന്ന് ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ പറ്റാത്ത ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അതിന് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്. നമ്മളെ ടീം അംഗങ്ങളെ തിരുത്തല്ല,
മറ്റാളുകളെ ഉപദേശിക്കുകയല്ല, അല്ലെങ്കിൽ പുതിയ ആളുകളെ തെരഞ്ഞു പോകല്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾ സ്വയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അത്തരത്തില് നമ്മൾ എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നോ, തീർച്ചയായിട്ടും ഞാൻ പറയുന്നു നിങ്ങളുടെയൊക്കെ ബിസിനസ് ബിസിനസ് വരുന്ന ലെവലുകളിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സ്ക്രീനിലൊരു വാചകം ഉണ്ടല്ലേ, ടു ബി ജെനുവിൻ ടു യുവർ സെൽഫ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ജെന്യുവിൻ ആവുക. ആരോട്? മറ്റുള്ള ഒരാളെ കാണിക്കാനല്ല. നമ്മൾ സ്വയം നമ്മളോട് തന്നെ ജെന്യുവിൻ ആവുക, സത്യസന്ധനാവുക. നമ്മളോട് സ്വയം ആത്മാർത്ഥത ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക. അങ്ങനെ മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഞാൻ ലൈഫിൽ നടന്നിട്ടുള്ള ഈ ഒരു ജെന്യുവിനിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ആഹ് പല പല ആളുകൾക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നടന്നിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒരു ഇന്റർവ്യൂ ബോർഡ് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റർവ്യൂ ബോർഡിലേക്ക് ഒരു വ്യക്തി കടന്നു ചെന്നു. അപ്പം ഡോർ തുറന്നു, അദ്ദേഹം ഇന്റർവ്യൂ റൂമിലേക്ക് കടന്നു ചെന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആള് ഈ ഒരു വ്യക്തിയോട് ചോദിച്ചു. അതായത് ഇവിടെ ഈ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് പുറത്തൊരു ഡോർമേറ്റ്, ഒരു ചവിട്ടി ഉണ്ട്, അതിൽ നന്നായിട്ട് കാല് വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളിലേക്ക് കയറിയത് എന്ന് ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തി എന്താ പറയാ, നീ അങ്ങനെ ചെയ്യാത്ത ആളാണെങ്കിലും ചെയ്തു എന്നാ പറയാ അല്ലെ. നമ്മൾ എപ്പോഴും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും. ഈ പറയുന്ന ജെനുവിനിറ്റി എന്ന് പറയുന്ന കാര്യം മറക്കും, നമ്മൾ ബുദ്ധി ഉപയോഗിക്കും. ആ ഒരു ഉദ്യോഗാർത്ഥി എന്ത് പറഞ്ഞു? അതെ, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് സാർ കയറിയതെന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ആള് തിരിച്ച് ഒരു ദയവില്ലാതെ പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സത്യസന്ധരായിട്ടുള്ള ആളുകളെ മാത്രമേ ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് ജോലിയില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം എന്താ? അതിന്റെ പുറത്ത് അങ്ങനെ ഒരു ചവിട്ടി ഇല്ല. ജസ്റ്റ് അവർ ചോദിച്ചാണ്, എൻക്വയറി ചെയ്താണ്. ഇത് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് ഒരു ഇന്റർവ്യൂ ബോർഡിൽ യഥാർത്ഥമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കഥയാണ്. എന്ത് സംഭവിച്ചു? ആ വ്യക്തി ഒരു ജെനുവിനിറ്റി കാണിക്കാത്തതുകൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടു. അടുത്തൊരു ഉദാഹരണം പറയാം. ഒരു പള്ളിയിൽ ഒരു സുവിശേഷ പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പള്ളിയിൽ അച്ഛൻ ഈ പറയുന്ന വന്നിട്ടുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നമ്മള് പറയാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സത്യസന്ധതയെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു സത്യസന്ധതയാണ് ടോപ്പിക് എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിൽ സത്യസന്ധതയാണ് ടോപ്പിക് എന്ന് കേട്ട സമയത്ത് തന്നെ മുഖം ചുളിച്ചിട്ടുള്ള ഓരോ ആളുകളെയും നോക്കിയിട്ട് പള്ളിയിലച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 35-ാം അധ്യായം വായിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു. അപ്പം സദസ്സിലുള്ള ഏകദേശം 99% ആളുകൾ എന്ത് ചെയ്തു? കൈ ഉയർത്തി. കാരണം ആ ഒരു അധ്യായത്തിൽ ഏകദേശം സത്യസന്ധതയെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വായിച്ച ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ക്രൗഡ് വിചാരിച്ചത്. അപ്പം പള്ളിയിലച്ഛൻ അടുത്തായിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ 35-ാമത്തെ അധ്യായം വായിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് സത്യസന്ധത എന്നുള്ള വിഷയത്തെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാരണം മത്തായിയുടെ സുവിശേഷം 30 അധ്യായങ്ങളേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും 35-ാമത്തെ അധ്യായം വായിച്ച ആളുകളായിട്ട് നിങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യസന്ധത എന്താണ് എന്നുള്ള ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ജീവിതത്തില് നമ്മൾ എപ്പോഴും ജെന്യുവിൻ ആയിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും നമ്മളെ ജെന്യുവിനിറ്റി നമ്മൾ പുറമേ ഉള്ള ആളുകളോടാ കാണിക്കുന്നു. നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പെരുപ്പിച്ച് കാണിക്കുന്നു. അടുത്തൊരു ഉദാഹരണം പറയാം. നാട്ടിലൊരു മാന്യനായിട്ടുള്ള വ്യക്തി, എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? വളരെ കോൺഷ്യസ് ആയിട്ടാണ് നടക്കുക. അപ്പൊ അദ്ദേഹം വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ തന്നെ ഒരു നിവർത്താത്ത കൊടയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു മാന്യനാണ്. അപ്പൊ യാദൃശ്യമായിട്ട് അദ്ദേഹം ഒരു ദിവസം സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടൗണിലെത്തിയ സമയത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്തു. അപ്പൊ അദ്ദേഹം കൊട നിർത്തി കൊടയിലേക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ കൊടയിലേക്ക് ഓടി കയറിയ സമയത്ത് എന്താ സംഭവിക്കുന്നത്? കൊട ഫുള്ള് ഇങ്ങനെ ചോർന്നൊലിക്കുക. ഫുള്ള് വെള്ളം, ഈ പറയുന്ന കയറിയ ആളുടെ മേലേക്ക് ഫുള്ള് വെള്ളമാണ്. ഇവർ രണ്ടുപേരും നനയാ. അപ്പൊ നാട്ടിൽ നോക്കിയിരുന്ന ആളുകൾ അവരോട് ചോദിച്ചു, ഈ ഒരു ഓട്ടമുള്ള കൊടയായിട്ടാണോ ഇറങ്ങിയത്? അപ്പൊ അദ്ദേഹം തിരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എന്താണ്? ഇന്ന് മഴ പെയ്യുമെന്ന് എന്ത് ചെയ്തില്ല, ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സ്വയം ആത്മാർത്ഥ അല്ലെങ്കിൽ സ്വയം സത്യസന്ധത കാണിക്കാത്ത ആള് എങ്ങനെയാണ് നമ്മുടെ ജോലിയിലെ മാനസികാവസ്ഥയെങ്കിലും ചിന്തിക്കുക. അവനവനോടുള്ള ആത്മാർത്ഥതയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരും. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി സാധിക്കില്ല. അപ്പം എല്ലാ ആളുകൾക്കും ഒരു ബിസിനസ്സിൽ ഓരോ ന്യൂ കമേഴ്സിനും നിലവിൽ ആർസനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ജെ ആർ.